നല്ല കളർഫുൾ ആയിട്ടും കുറുകിയ ചാറോടും കൂടിയ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയിട്ടെടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെയും കൈകൊണ്ട് തിരുമി ഉടച്ചെടുക്കുക. ഇതാണ് ഈ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം വേറൊരു പാനിലേക്ക് മാറ്റാം. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലതുപോലെ കുറുകി വരും. ഈ ഒരു സ്റ്റേജിൽ തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു താളിപ്പ് വേണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി സവാള ചേർത്ത് മൂപ്പിച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി കുറുകി വന്നിട്ടുള്ള കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്.